Hi everyone. 24th January shift 2 ന്റെ question 17 ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. Let's go to the question. The heat of atomization of methane and ethane are x kilojoule per mole and y kilojoule per mole. The longest wavelength of light capable of breaking CC bond. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ അനുസരിച്ചിട്ട് അയാളെ കൊണ്ടുവരണം. അപ്പം ആദ്യം മീഥേൻ എഴുതാം. നോക്കൂ, നമ്മൾ മീഥേൻ എഴുതുമ്പോൾ മീഥേൻ്റെ സ്ട്രക്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം. 4 കാർബൺ ഹൈഡ്രജൻ ബോണ്ട് അതിനകത്തുണ്ട്. അപ്പോൾ ഈ 4 കാർബൺ ഹൈഡ്രജൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് എക്സ് കിലോ ജൂൾ. സോ ഐ ക്യാൻ സേ ദാറ്റ് 4 കാർബൺ ഹൈഡ്രജൻ ബോണ്ട്, ദാറ്റ് എനർജി ഈസ് ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ ഈഥൈൻ മോളിക്യൂൾ കട്ട് ചെയ്യുമ്പോൾ, സോ ലെറ്റ് മീ ഡ്രോ ഈഥൈൻ സ്ട്രക്ചർ. മക്കളെ, ഈഥൈൻ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ സി സി ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഓരോ അടുത്തുള്ള ഹൈഡ്രജന് ഞാനിങ്ങനെ വരയ്ക്കുകയാണ്. നോക്കണേ, അപ്പോൾ ഹൈഡ്രജൻ ഇങ്ങനെ വരച്ചപ്പോൾ ഹൈഡ്രജൻ കാർബൺ 6 എണ്ണം ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടതിൽ 4 CH ബോണ്ടിനെ മുറിക്കാൻ നമുക്ക് വേണ്ടി വന്നത് എക്സ് എനർജിയാണ്. അപ്പോൾ ഒരു CH ബോണ്ടിന്, സോ വാട്ട് ഈസ് ദ എനർജി ഓഫ് 1 CH ബോണ്ട്? CH ബോണ്ടിൻ്റെ എനർജി ഇറ്റ് വിൽ ബി x/4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 6 CH ബോണ്ട് ഉണ്ട്, പ്ലസ് ഒരു കാർബൺ കാർബൺ ബോണ്ട് ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ എനർജി സ്പെൻഡ് y കിലോ ജൂൾ പെർ മോൾ. അങ്ങനെയാണെങ്കിൽ 6 കാർബൺ ഹൈഡ്രജൻ, നോക്കൂ, ഒരാൾക്ക് x/4 ആണ്. അപ്പോൾ 6 പേർക്ക് 6x/4 പ്ലസ് കാർബൺ കാർബൺ ഈക്വൽസ് y. അങ്ങനെയാണെങ്കിൽ ബോണ്ട് എനർജി ഓഫ് കാർബൺ കാർബൺ ഈസ് ഈക്വൽ ടു y മൈനസ് 6x/4. ഓക്കെ, or else I can write 4y minus 6x/4. പക്ഷെ കുട്ടികളെ, ഇത് കിലോ ജൂൾ പെർ മോളാണ്. നമുക്ക് കണ്ടത് ഒരു കാർബൺ കാർബൺ ബോണ്ടിന് ആവശ്യമായ എനർജിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഞാൻ അടുത്ത പേജിലേക്ക് കൊണ്ടുപോയിട്ട് ഒന്നുകൂടെ ഒന്ന് എഴുതുകയാണ്. 4y for 1 mole carbon carbon bond. What is the energy required? 4y minus 6x divided by 4. ഇതാണ് അവിടുത്തെ എനർജി. അയാളുടെ യൂണിറ്റ് കിലോ ജൂൾ പെർ മോൾ എന്നാണ്. എന്നാൽ നമുക്ക് ഫോർ 1 CC ബോണ്ട്, ഒരു CC ബോണ്ടിന് 4y മൈനസ് 6x ഡിവൈഡഡ് ബൈ 4 into അവഗാഡ്രോ നമ്പർ ദിസ് കിലോ ജൂൾ, ഇത്രയും കിലോ ജൂൾ. അങ്ങനെ നമുക്ക് കിലോ ജൂളും വേണ്ട, കാരണം നമ്മുടെ ക്വസ്റ്റിനകത്ത് ഒരു പറഞ്ഞിട്ടുണ്ട് SI യൂണിറ്റ് കിലോ ജൂൾ അല്ല, ജൂളാണ് കുട്ടികളെ. അതുകൊണ്ട് ഞാൻ അതിനെ ജൂളിലേക്ക് മാറ്റുന്നു. ഇറ്റ് വിൽ ബി 4y മൈനസ് 6x ഡിവൈഡഡ് ബൈ 4 into അവഗാഡ്രോ നമ്പർ into 1000. അപ്പോൾ 1000ഉം 4ഉം കട്ട് ചെയ്യാം, ഇറ്റ് ബിക്കംസ് 250 there. അങ്ങനെയാണെങ്കിൽ ആ എനർജി നമ്മൾ എഴുതുകയാണ്. സോ എനർജി ഈസ് ഈക്വൽ ടു എനർജി ഓഫ് CC ബോണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4y മൈനസ് 6x ഡിവൈഡഡ് ബൈ Na into 250 ജൂൾ. ആൻഡ് ദിസ് ഈക്വൽസ് hc ബൈ ലാംഡ. പക്ഷെ നമുക്ക് വേണ്ടത് ലാംഡയാണ്. അപ്പം ലാംഡ ഈസ് ഈക്വൽ ടു hc into അവഗാഡ്രോ നമ്പർ divided by what comes 250 into 4y minus 6x. ഇതായിരിക്കും നമ്മളെ ആൻസർ ആയിട്ട് വരിക. അപ്പം ഇങ്ങനെ ഓപ്ഷൻ അവിടെ ഉണ്ടോ എന്ന് നോക്കാം. HCN 250 4y minus 6x. So that will be the answer for this particular question. Thank you.